Hello examiner family. മക്കളെ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന എക്സാമിനറിന്റെ +2 ഉയരെ റിവിഷൻ ബാച്ച് ഇതാ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മക്കളെ എന്താണ് ഈ റിവിഷൻ ബാച്ചിന്റെ കോൺസെപ്റ്റ്? വളരെ സിമ്പിൾ ആണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലരും എന്താണ് +2 പഠിച്ചു തുടങ്ങിയപ്പോൾ നല്ല പ്രതീക്ഷയോടെ അല്ലേ +1 പോലെ ഒന്നും ആവരുത്, ഇംപ്രൂവ്മെന്റിന്റെ ആ സാഹചര്യത്തിലേക്കൊന്നും എത്തരുത്. +2 ആദ്യം മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു കൊടുക്കണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, എല്ലാം കൃത്യമായിട്ട് ചെയ്യണം, ക്രിസ്മസ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ സിലബസ് തീർത്ത് അതിൽ അടിപൊളി മാർക്കൊക്കെ വാങ്ങണം എന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടെ എല്ലാ നല്ല ഇൻറ്റൻഷനോട് കൂടി ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ റിയാലിറ്റി എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ പലരും എന്താണ് നിങ്ങൾ ഈ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇനി ഇത് നിങ്ങളെന്താണ് ഭയങ്കര റിഗ്രറ്റ് ചെയ്യേണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നും അല്ല. കാരണം ഇത് പലർക്കും പറ്റുന്ന കാര്യമാണ്. ഓക്കെ, 90% കുട്ടികൾക്കും അല്ലെങ്കിൽ 95% കുട്ടികൾക്കും നന്നായിട്ട് പഠിക്കുന്നവരും പഠിക്കാത്തവരും ഒക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ അനുസരിച്ച് പോകാത്തൊരു കാര്യം. പ്രത്യേകിച്ച് +2 കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടും തന്നെ അതേസമയം എന്താണ് മറ്റ് പല കാര്യങ്ങളും പ്രാക്ടിക്കൽ അടക്കം പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകാറില്ല. പക്ഷേ നമ്മൾ ഇതുവരെ ഇങ്ങനെ പോയത് കൊണ്ട് ഇനിയിപ്പം ഇങ്ങനെ തന്നെയാണ് പോവുക എന്ന് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ +2 നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അടുത്ത് പോലും മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ഇനിയെങ്കിലും അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ട് യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ ടാക്ടിക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് എക്സാം നമ്മൾ അടിപൊളിയാക്കും. പക്ഷേ അതോടെ തീരുന്നില്ല, അത് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. ഇനി നമുക്ക് ശരിക്കും നേരിടാനുള്ള നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ +2 പബ്ലിക് എക്സാം. ആ പബ്ലിക് എക്സാമിന് നമുക്ക് എന്താണ് എന്തായാലും ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. 100% പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു അവസരമാണ് നമ്മുടെ +2 ഉയരെ റിവിഷൻ ബാച്ച്. ഓക്കെ, ഇനി ഉയരെ റിവിഷൻ ബാച്ചിലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓൾറെഡി നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ ബാച്ചിലൊക്കെ പഠിച്ചവരാണെങ്കിൽ അല്ലെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ബാച്ചിൻ്റെ പേർപ്പസ് എന്താണ്? മക്കൾ, ഈ ബാച്ചിൻ്റെ പേർപ്പസ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതുവരെ പ്രോപ്പറായിട്ട് +2 സിലബസ് പഠിച്ച് തീർത്തിട്ടില്ല എങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് എന്താണ് ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ സാർ ഞാൻ റെഡിയാണ്, സാറ് എൻ്റെ എക്സാമിനറുടെ ടീം ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് എടുത്ത് തരും എന്ന് എനിക്ക് ഏതാണ്ട് ഒരു ഉറപ്പുണ്ട്, ആ ക്ലാസ്സസ് കിട്ടുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ റെഡിയാണ് എന്നാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ നടക്കാൻ പോകുന്നത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഡിസംബർ മുതൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ, അത്യാവശ്യം നല്ല മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് സിലബസ് നമ്മുടെ റിവിഷൻ ബാച്ചിലോട്ട് തീർക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോ ചാപ്റ്ററിനെയും കംപ്ലീറ്റ് ബേസിക്സ് മുതൽ, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ തുടങ്ങി പരീക്ഷാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് ഓരോ ചാപ്റ്ററിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ബാച്ചിൽ 100% പെർഫെക്ഷനോടെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. ഈ ബാച്ചിൽ മാത്രം പഠിച്ച പല വിദ്യാർത്ഥികളും നിങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഫുൾ മാർക്ക്, അതായത് അതുവരെ ഒന്നും പഠിക്കാതെ, അതായത് ഉഴപ്പി എല്ലാവരും പോലെ നടന്നിട്ട് ഈ ഒരു ബാച്ചിൽ കൊണ്ട് മാത്രം, അതിലെ ക്ലാസ്സസ് കൊണ്ട് മാത്രം ഫുൾ മാർക്ക് വരെ നേടിയ നിരവധി കുട്ടികളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം ഇത് നടക്കുമോ? തീർച്ചയായും നടക്കും. പക്ഷേ അതിനുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടോ അത് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കാൻ റെഡി ആണെങ്കിൽ ഈ ബാച്ചിൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസംബർ 23 നമ്മൾ ബാച്ചിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ സമയം തീർച്ചയായും ഹോളിഡേയ്സ് ആണ് എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാണ് ആ ദിവസങ്ങളും കൂടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അല്ലാണ്ട് നമുക്കിത് തീർക്കൽ പോസിബിൾ അല്ല. ഓക്കെ, നമുക്ക് പോസിബിൾ എന്നാണ് നമുക്ക് പോസിബിൾ അല്ല എന്നതിൻ്റെ അർത്ഥം, നിങ്ങൾക്കും പോസിബിൾ അല്ല അത് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട്. ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്താൽ ഈ ബാച്ച് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ജാനുവരി 31. അപ്പോൾ ജാനുവരി 31 നമ്മൾ എന്ത് ചെയ്യണം, ഫുൾ സിലബസ് തീർക്കണം. കാരണം ഫെബ്രുവരി മോഡൽ എക്സാമാണ്, അന്ന് പഠിക്കാൻ സമയം കിട്ടില്ല, ചാപ്റ്റേഴ്സ് പഠിക്കാൻ സമയം കിട്ടില്ല, റിവൈസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചെടുക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യണം, ജാനുവരി 31 കംപ്ലീറ്റ് ക്ലാസ്സസ് തീർക്കണം. ഇതിൽ കിട്ടാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻ ക്ലാസ് ആയിരിക്കും. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് എന്താണ് ഒരു ചാപ്റ്റർ 20 ലേണിംഗ് വീഡിയോസിൽ അല്ലെ നമ്മുടെ ലേണിംഗ് വീഡിയോസിലാണ് നിങ്ങൾക്ക് അറിയാം ഒരേ ബാച്ചിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പഠിക്കാൻ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് അങ്ങനെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ള പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഓബിയസ്ലി നമുക്ക് അങ്ങനെ പഠിക്കേണ്ടി വരും. പക്ഷേ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നമുക്ക് അങ്ങനെ എന്താണ് 10 മണിക്കൂർ 12 മണിക്കൂർ എടുത്ത് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. നല്ലതാണ്, പക്ഷേ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഓരോ ചാപ്റ്ററും 2 to 3 hours കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഫ്രം ബേസിക്സ്, ഒന്നും അറിയാത്തവർക്ക് പോലും മനസ്സിലാൻ പറ്റുന്ന രീതിയിൽ ഫ്രം ബേസിക്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് റെക്കോർഡ് രൂപത്തിലായിരിക്കും അവൈലബിൾ. കാരണം ലൈവ് ആണെങ്കിൽ
2 മണിക്കൂറിൻ്റെ ക്ലാസ് 2 മണിക്കൂർ എടുക്കും. റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേസിൽ കാണാം. നിങ്ങൾക്ക് അത് പെട്ടെന്ന് തീർക്കണം, നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാം. നിങ്ങൾക്ക് മെല്ലെ തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ തീർക്കാം. ഓക്കെ, അത് എക്സ്ട്രീംലി അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓരോ ചാപ്റ്ററിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാകും. അതായത് ഒരു ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ഫിസിക്സിലെ വേവ് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ റിവിഷൻ ക്ലാസ് കൂടാതെ ആ ചാപ്റ്ററിൽ നിന്ന് ഇന്നേ വരെ പരീക്ഷ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കമ്പൈൽ ചെയ്തിട്ടുള്ള PDF അല്ല വീഡിയോ സൊല്യൂഷൻ ആയിരിക്കും. അതായത് ആ ചാപ്റ്റർ എടുത്ത ടീച്ചർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് അതിലെ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ PDF ഒക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ അതിൻ്റെ ഉത്തരം നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ഒരു അവസ്ഥ എന്താണ്, നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ ഉണ്ടാവില്ല. അതുകൂടാതെ ഓരോ ക്ലാസ്സിൻ്റെയും റിവിഷൻ ക്ലാസ് ആയിക്കോട്ടെ PYQടെ എല്ലാത്തിൻ്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാതിരിക്കാം. പക്ഷേ റിവിഷൻ എന്താണ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ പോകുന്ന സംഭവമായിരിക്കും PDF നോട്ട്സ്. മോഡൽ എക്സാമിനോട് അടുത്തുണ്ടാവുന്നതായിരിക്കും. ആൻഡ് ഫൈനലി എക്സാം വിന്നറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കാണ് മക്കളെ, PDF അല്ല, ആക്ച്വൽ ബുക്കാണ്. ആ ബുക്ക് വർത്ത് റുപ്പീസ് കൊടുത്തിട്ടുണ്ട്, 360 രൂപേൻ്റെ ബുക്കായിരിക്കും കിട്ടുക. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആ ബുക്കിൽ നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്ന കംപ്ലീറ്റ് പരീക്ഷയിൽ ഓൾറെഡി വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ബുക്കിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെന്ന് ആലോചിച്ചു, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ? ആക്ച്വൽ ആൻസർ എന്താണ്, ഇല്ല. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാവും, അതിൻ്റെ ആൻസർ എന്താ, ഇല്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സാർ എനിക്ക് ഫുൾ മാർക്കിൻ്റെ അടുത്ത് കിട്ടുമോ? കിട്ടിയിട്ടുണ്ട്, കുട്ടികൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഫീസ് വെറും 2000 രൂപയ്ക്കാണ്. ഓൾറെഡി UYARE ബാച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഓൾറെഡി UYARE ബാച്ചിൽ ജോയിൻ ചെയ്തവരും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവർക്കും ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. നിങ്ങൾ എക്സ്ട്രാ ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാര്യം ക്ലിയർ ആണ്. റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് 23rd കാര്യം കൂടെ ഓർമ്മിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയല്ല സാർ, എനിക്ക് UYARE ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണം, കാരണം ഇതുവരെയുള്ള ക്ലാസ്സും അതുകൂടാതെ ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് നമ്മൾ UYARE ബാച്ചിൽ റേ ഒപ്റ്റിക്സ് വരെയാണ് എത്തിയത്, വേവ് ഒപ്റ്റിക്സും അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സ് ഫിസിക്സിലും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലും ബയോളജിയിലും മാത്സിലും നമ്മൾ ഇനി ഫുള്ളായിട്ട് എടുത്തു തരുന്നതായിരിക്കും. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ അഡ്വാൻറ്റേജ് എന്താണ്, UYARE ബാച്ചിലായിട്ട് ജോയിൻ ചെയ്യാം, റിവിഷൻ ബാച്ചിൽ അല്ലാണ്ട് UYARE ബാച്ചിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ക്ലാസ്സസ് കിട്ടും. അതുകൂടാതെ ഈ റിവിഷൻ ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫ്രീ ആയിട്ട്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളൊരു ചോയ്സ് എടുക്കുക. ഓക്കെ, നിങ്ങളെ +2 എത്തിയ വലിയ മെച്ചുവർ ആയിട്ടുള്ള ആൾക്കാരാണ്, വിദ്യാർത്ഥികളെന്ന് പോലും പറയാൻ പറ്റില്ല, ഇനി നിങ്ങൾ കോളേജിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഡിസിഷൻ എടുക്കുക. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താം. യൂസ് ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എക്സാമിനർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കും അതിലൊരു ഭാഗമാകണം. +2 മാക്സിമം മാർക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മക്കളെ. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് താഴെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ, ചോദിച്ചറിയണമെങ്കിൽ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ ഈ ബുക്ക് ഡിസംബറിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾ അതിന് ശേഷം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഈ ഒരു വിവരം സന്തോഷ വിവരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓൾറെഡി പഠിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. കാരണം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക് എന്താണ് തീർച്ചയായിട്ടും വലിയ ആശ്വാസമായിരിക്കും. അതങ്ങനെ തന്നെയാണ് നിങ്ങൾക്കെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.